ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. 18ാമത് ലോക നാടക ദിനാഘോഷം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ഫോർട്ട് കൊച്ചി വേളി പള്ളത്തുരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ 18ാമത് ലോക നാടക ദിനാഘോഷം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. KM ധർമ്മൻ ഭദ്രദീപം തെളിച്ചു. മൺമറഞ്ഞ കലാകാരന്മാരുടെ ഫോട്ടോ പ്രദർശനം അഗസ്റ്റ് സിറിൽ നിർവഹിച്ചു. KJ ആന്റണി അധ്യക്ഷനായി. ഇടക്കൊച്ചി സലിംകുമാർ സ്വാഗതം പറഞ്ഞു. PS സുരേഷും സംഘവും ചേർന്ന് നാടക സംഘഗാനം ആലപിച്ചു. തുടർന്ന് നാടക സിനിമാ ഗാനങ്ങൾ, ദേവിക രാജീവിന്റെ കഥക് ഡാൻസ്, ദേവി തിരുവാതിര ഗ്രൂപ്പിന്റെ തിരുവാതിര, വനിതകളുടെ ചവിട്ടുനാടകം, കാറൽസ്മാൻ എന്നിവ അരങ്ങേറി. കലോത്സവ വിജയി സെറ റോബിന്റെ കഥാപ്രസംഗം, ഉപകരണ സംഗീതം, ആലിയ റിയാസ്, മജീദ് കൊച്ചി എന്നിവരുടെ ഗസൽ, ടീം സ്പാതികയുടെ ശാസ്ത്രീയ നൃത്തം, മാനശ്ശേരി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച ക്യാപ്റ്റൻ പൈലി എന്ന ഹാസ്യ നാടകം, സ്വാതി സജീവിന്റെ ഭരതനാട്യം എന്നിവ അവതരിപ്പിക്കപ്പെട്ടു. സാംസ്കാരിക സദസ് മേയർ VK മിനിമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. വേദിയിൽ VS ആൻഡ്രൂസ് മാസ്റ്റർ സ്മൃതി പുരസ്കാരം, മോളി കണ്ണമാലി, സേവി കൊച്ചി, കൊച്ചിൻ ഇബ്രാഹിം, തബലിസ്റ്റ് ബാലൻ, വയലിനിസ്റ്റ് റോമി എന്നിവരെ ആദരിച്ചു. കൊച്ചിൻ വർഗീസ് പ്രതിഭാ പുരസ്കാരം KV പൊന്നപ്പന് നൽകി. PE ഹമീദ്, NKM ഷെറീഫ്, പ്രിയ പ്രശാന്ത്, KJ സൗഹൻ, ജമാൽ കൊച്ചങ്ങാടി, ക്യാപ്റ്റൻ സാബു, TM അലി, ഓസ്റ്റിൻ തമ്പി, ബിജു ജോസഫ് എന്നിവർ സംസാരിച്ചു. ശേഷം മറ്റൊരു സംഘടന കേരള തലത്തിൽ തന്നെ ഒരു സംഘടന ഉണ്ടായി, നാടകം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായി. അത് ഓൾ കേരള അടിസ്ഥാനത്തിലുള്ളതാണ്. പിന്നെ മറ്റൊരു സംഘടന നമ്മളിൽ നിന്ന് വിട്ടുപോയ ചിലർ മറ്റൊരു പേരിൽ ഒരു സംഘടന നടത്തുന്നുണ്ട്. ഈ രാജ്യത്ത് എവിടെയും ഏത് സംഘടന രൂപീകരിക്കാനും ഏത് പ്രദേശത്തും ആ സംഘടനയുടെ പ്രവർത്തനം നടത്താനും എല്ലാവർക്കും അവകാശവും അധികാരവും ഉണ്ട്. ഇന്നത്തെ തലമുറക്ക് അറിയില്ല നാടകം കാണാത്ത കുട്ടികളുണ്ട്. ഒരു 2-3 വർഷം ദിവസത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് നാടകം എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയിട്ട് 1958 ശാലി പറഞ്ഞ പോലെ പാട്ടമാക്കി ഇന്നൊരു നാടകം എഴുതാമെന്ന്. ഈ നാടകം എഴുതാനുള്ള പ്രയോജനം EMS രാജീവ് സാറെ വിളിച്ചു പറഞ്ഞു. ഈ കൃഷിക്കാരുടെ സമരം പാട്ട സമരത്തെക്കുറിച്ച് കേൾക്കണമെന്ന് പറയുന്നത് ഇവിടെ ദിവസം പ്രസംഗിക്കല്ലേ സാർ പറഞ്ഞത്. അതുകൊണ്ട് കാര്യമുണ്ടാവും. ഇത് ജനങ്ങളിലേക്ക് ശരിക്കും അയക്കണമെങ്കിൽ നാടകം നോക്കണം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.